ദുആയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ബദറിൽ നമ്മൾ വെച്ച് ദ്വാരക്കുമ്പോൾ എല്ലാവരും ബദറിൽ വെച്ചാണ് ദ്വാരക്കുന്നത് എന്ന ബോധത്തോടുകൂടെ നല്ല മനസ്സോടുകൂടെ ആമീൻ പറയണം. ഇൻഷാ അല്ലാഹ് ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ എന്തായാലും ഖബൂൽ ചെയ്യുമെന്ന പൂർണ്ണമായ ഉറപ്പോടുകൂടെ എല്ലാവരും നല്ല മനസ്സോടുകൂടെ ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് സാധുക്കളാണ് റബ്ബേ, വിവരമില്ലാത്തവരാണ് അല്ലാഹ്, അറിവില്ലാത്തവരാണ് അല്ലാഹ്, ആഖിർ സമാനിലെ ചണ്ടിച്ചവറുകളാണ് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ എത്ര മോശക്കാരും പാപികളും ഒന്നിനും കൊള്ളാത്ത ദുനിയാവിലെ ചണ്ടിച്ചവറുകളാണെങ്കിലും അല്ലാഹ് ഞങ്ങൾക്ക് നിന്നിലേക്ക് കൈകൾ ഉയർത്തിയിരിക്കുന്നത് പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രാവേളയിൽ പരിശുദ്ധമായ ബദർ രണാങ്കളത്തിൽ ധീര രക്തസാക്ഷികളായ 14 സ്വഹാബത്തിന്റെ പേരിൽ ഫാത്തിഹ ഓതി അല്ലാഹുവേ, നിന്റെ ദീന് നിലനിൽക്കാൻ കാരണമായ പവിത്രവും പരിശുദ്ധവുമായ മണ്ണിലാണ് ബദർ രണാങ്കളത്തിന്റെ തലേന്ന് രാത്രി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് ദുആ ചെയ്തല്ലോ. അല്ലാഹ്, ഈ യുദ്ധത്തിലെങ്ങാനും ഞങ്ങൾ പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ നിന്റെ നാമമാകുന്ന അല്ലാഹ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഇല്ലാതെയായി പോകുമല്ലാ. അതുകൊണ്ട് ഇത് സത്യവും ബാത്തിലും തമ്മിലുള്ള സമരമാണ്. അതുകൊണ്ട് ആ സമരത്തിൽ സത്യത്തിന് നീ വിജയം നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്ത ഈ പരിശുദ്ധമായ ബദറിന്റെ മണ്ണ്, ദീനിന്റെ പവിത്രമായ മണ്ണ്, ശത്രുക്കളെ നീ പരാജയപ്പെടുത്തിയ മണ്ണ്, ആ മണ്ണിൽ വച്ച് മഹാരഥന്മാരായ സ്വഹാബത്തിനെ വസീലയാക്കി അല്ലാഹുവേ, ഞങ്ങൾ നിന്നിലേക്ക് നീട്ടിയ കരങ്ങളാണ്. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ, പൊരുത്തപ്പെടണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മദനീയം മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, ഞങ്ങളെ കൂടെ ഖുർആൻ ഓതുന്നവർ, ദിക്ർ ചൊല്ലുന്നവർ, സ്വലാത്ത് ചൊല്ലുന്നവർ, ഹദ്ദാദ് ചൊല്ലിയവർ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയവർ, ഞങ്ങളുടെ മഹാന്മാരായ ഈ 14 സ്വഹാബത്തിന്റെ പേരിൽ 14 ഫാത്തിഹ ഓതി ഹദിയ ചെയ്തവർ, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എന്നും ഞങ്ങൾ ഫാത്തിഹ ഓതി തുടങ്ങുന്നു. ഈ ബദരീങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതിക്കൊണ്ടാണ് റബ്ബേ ഞങ്ങൾ മദനീയം ആരംഭിക്കാറുള്ളത്. ആ മഹാരഥന്മാരുടെ കാൽ കീഴിൽ വന്നിട്ട് അല്ലാഹുവേ, ഞങ്ങളെ മദനീയം കുടുംബം ഈ എല്ലാ വിഷയങ്ങൾക്കും അഹ്ലു ബൈത്തിനും അതുപോലെ ഞങ്ങളെ സ്ഥാപനങ്ങൾക്കും മർക്കസിനും ഞങ്ങളെ പദ്ധതികൾക്കും അല്ലാഹുവേ, ഞങ്ങൾ എന്ത് വിഷയം പറഞ്ഞാലും അതിലേക്കെല്ലാം കൊടുക്കുന്നവരും സഹായിച്ചവരും സഹായിക്കുന്നവരുമായ നല്ലവരായ മുത്തുമൂമിനീങ്ങൾ, മുത്തുമൂമിനാത്തുകൾ, യാ അല്ലാഹ്, ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ, ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ. പേര് നിനക്കറിയാം, നാട് നിനക്കറിയാം, വിവരങ്ങൾ നിനക്കറിയാം, വിഷമങ്ങൾ നിനക്കറിയാം, കുടുംബങ്ങൾ നിനക്കറിയാം. അല്ലാഹുവേ, മാതാപിതാക്കളെ നിനക്കറിയാം. ഖൽബിന്റെ അകത്തളങ്ങളിൽ അവര് കരുതിയിരിക്കുന്ന മുറാദുകൾ എന്താണെന്ന് എല്ലാം സസൂക്ഷ്മമായി വീക്ഷിക്കുന്ന യജമാനനും റബ്ബും റഹീമും റഹൂഫുമായ കാരുണ്യവാനായ കരുണാമയനായ അല്ലാഹ്
ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ. ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, മാനസികമായ പ്രശ്നങ്ങളുണ്ട്, കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. അല്ലാഹുവേ, ശരീരം കൊണ്ട് കരുതിയ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, മനസ്സുകൊണ്ട് കരുതിയ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, സാമ്പത്തികമായി കരുതിയ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, കുടുംബപരമായി കരുതിയ ഒരുപാട് മുറാദുകളുണ്ട്. ഒന്നും നിന്റെ മുന്നിൽ തഫ്സീലായി വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലാ. നിനക്ക് അറിയാമല്ലോ അല്ലാ, ഓരോരുത്തരെയും നിനക്ക് അറിയാമല്ലോ അല്ലാ. അല്ലാഹുവേ, അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും ആഖിലുഹും വറാഫിഉഹും وصفوان وسعد ثم عوف مهجع عبيدة معبد أمير وحارثة مبشر أمير وذو الشمالين يزيد. യാ അല്ലാഹ്, ഈ 14 സ്വഹാബത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാ. മുറാദ് നീ ഹാസുലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കച്ചവട സംബന്ധമായി, കിട്ടാനുള്ളത് സംബന്ധമായി, കൊടുക്കാനുള്ളത് സംബന്ധമായി എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് നീ പരിഹരിച്ചു തരണേ അല്ലാ. നീ പരിഹരിച്ചു തരണേ അല്ലാ. നീ പരിഹരിച്ചു തരണേ അല്ലാ. ഓരോരുത്തരുമായി ബന്ധപ്പെട്ടുള്ള സാഹിര്യങ്ങളുടെ സിഹർ ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നീ ബാത്തിലാക്കണേ അല്ലാ. ഈ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ആയിനീങ്ങളുടെ ആയിന നീ ബാത്തിലാക്കണേ അല്ലാ. ളാലിമീങ്ങളെ ഉൽമ നീ കാത്തി അവരിലേക്ക് തന്നെ തിരിച്ചയക്കണേ അല്ലാ. അല്ലാഹുവേ, സർവ കുതന്ത്രക്കാരുടെ, സർവ ശർറുകാരുടെ, സർവ മുസീബത്തുണ്ടാക്കുന്നവരുടെ എല്ലാവിധ ഇടങ്ങേറുകളിൽ നിന്നും റബ്ബായ നിന്നോട് ഞങ്ങൾ ബദരീങ്ങളെ മുന്നിൽ വെച്ച് കാവല് ചോദിക്കുന്നു അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാനെ നീ സംരക്ഷിക്കണേ അല്ലാ. ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഈമാനെ നീ നന്നാക്കി തരണേ അല്ലാ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. ബദരീങ്ങളെ കൊണ്ട് ഞങ്ങളെ അവസാന സമയം ഞങ്ങൾക്ക് പേടിയുണ്ട് റബ്ബേ, ഞങ്ങൾക്ക് പേടിയുണ്ട് അല്ലാ. യാ അല്ലാ, ഞങ്ങൾക്ക് പേടിയുണ്ട് റബ്ബേ. ഞങ്ങളൊന്നിനും കൊള്ളാത്തവരാണ്, തെറ്റ് ചെയ്തവരാണ്, ഹറാമുകൾ ചെയ്തു പോയവരാണ്. യാ അല്ലാ, ഞങ്ങൾക്ക് പേടിയുണ്ട് അല്ലാ. ഞങ്ങൾ ബദരീങ്ങളെ മുൻനിർത്തി ചോദിക്കുന്നു അല്ലാ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. അവസാന സമയം നന്നാക്കണേ അല്ലാ. കടമില്ലാത്ത മരണം തരണേ റഹ്മാനെ. ഹക്കിടപാടുകളില്ലാത്ത മരണം തരണേ അല്ലാ. നീ ഞങ്ങളെ ഈമാന് സലാമത്തിലാക്കണേ അല്ലാ. ബദരീങ്ങളെ കൊണ്ട് ഞങ്ങളെ മരണവേളയിൽ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ബദരീങ്ങളെ ഹളറത്തിൽ വച്ച് ഞങ്ങൾ ചോദിക്കുന്നു, ശൈത്വാൻ ഞങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി നോക്കുന്ന സമയമാണല്ലോ മരണത്തിന്റെ സമയം. യാ അല്ലാ, ഞങ്ങളെ ഏറ്റവും പ്രതിസന്ധിയിലാകുന്ന സമയമാണ്, ഞങ്ങൾ പേടിക്കുന്ന സമയമാണ്. ശൈത്വാൻ എങ്ങനെയെങ്കിലും ദീനിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി അവന്റെ സർവായുധവും കയ്യിലെടുക്കുന്ന സമയമാണ്. ആ സർവ ശൈത്വാന്മാരെയും ഓടിച്ച് അവരെ പരാജയപ്പെടുത്തിയ ഈ ബദറിൽ കിടക്കുന്ന മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് അവരെ ഹുദൂരിയത്ത് മരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഞങ്ങളെ സഹായിച്ച് ശൈത്വാനിന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളെ മാതാപിതാക്കളെ, ഞങ്ങളെ ഉസ്താദുമാരെ, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളെ, ഞങ്ങളെ ഭാര്യമാരെ, ഞങ്ങളെ മക്കളെ, ഭർത്താക്കന്മാരെ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെ, ഭാര്യമാരുടെ കുടുംബങ്ങളെ, ഞങ്ങളെ മദനീയം കുടുംബങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. കാത്തു രക്ഷിക്കണേ അല്ലാ.
കാത്തു രക്ഷിക്കണേ റബ്ബേ. ഈ ബദറിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു സ്വഹാബിയെ കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ, ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഒരു ശൈത്വാനിന്റെ കണിവലകളിലോ ഒരു കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിലോ ഒരു ചതിയന്മാരുടെ ചതിയിലോ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ ദീർഘായുസ്സു നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ മുന്തിയ മിസ്ല സവാബ് അവരെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഞങ്ങളെ മദനീയം മജ്ലിസ് നീ നിലനിർത്തി തരണേ അല്ലാ. ഒരാളുടെ കണിവലകളിലും പെടാതെ ഒരു ചതിവലകളിലും പെടാതെ എല്ലാവിധ ആളുകളുടെ കുതന്ത്രങ്ങളിൽ നിന്നും ആക്ഷേപങ്ങളിൽ നിന്നും അനാവശ്യമായ വിവാദങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ കാത്തു രക്ഷിച്ച് ഈ മദനീയം മജ്ലിസ് ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ റഹ്മാനേ. ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് നിലനിർത്തണേ അല്ലാ. ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് കുടുംബ പരമ്പരകളായി നീ നിലനിർത്തണേ റഹ്മാനെ. ഒരുപാട് ആളുകൾക്ക് നീ ഇത് ആശ്വാസമാക്കണേ അല്ലാ, പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കണേ അല്ലാ, റാഹത്തുള്ള മജ്ലിസാക്കണേ അല്ലാ, ഇസ്സത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ഞങ്ങളെ പദ്ധതികളെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ക്യാമ്പസ് നീ വിജയിപ്പിക്കണേ അല്ലാ. അതെല്ലാം കൺകുളിർക്കെ കാണാതെ ഞങ്ങളാരെയും നീ മരിപ്പിക്കരുതേ റഹ്മാനെ. ഞങ്ങളെ ആഗ്രഹമാണ് അല്ലാ, ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾ വേണം യാ അല്ലാ. ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ, ഞങ്ങളെ സഹായിക്കണേ അല്ലാ, ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. അതിന്റെ എല്ലാ വഴികളും നീ തുറന്നു തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്കണേ അല്ലാ, അതബുള്ള മക്കളാക്കണേ അല്ലാ, കുരുത്തവും പൊരുത്തവുമുള്ള മക്കളാക്കണേ അല്ലാ. നാളെ ഞങ്ങൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ ഞങ്ങളെ ഖബറിന്റെ അടുത്ത് വന്ന് യാസീനോദി എന്റെ ഉപ്പാക്ക് എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് കരഞ്ഞു ദുആ ചെയ്യുന്ന മക്കളാക്കണേ റഹ്മാനെ. അവര് കാരണം ഞങ്ങളോ, ഞങ്ങള് കാരണം അവരോ അല്ലാഹുവേ ഒരാളെ മുന്നിലും നീ നാണം കെടുത്തല്ല അല്ലാ. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു മക്കളെ നീ തന്നല്ലോ, അല്ലെങ്കിൽ അവര് ഞങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മാതാപിതാക്കളെ നീ തന്നല്ലോ എന്ന് ഞങ്ങളെ കുറിച്ച് അവര് അവലാദിയും വേവലാദികളും പറയുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യവും ഞങ്ങൾക്ക് നീ മരണം വരെ നൽകരുതേ അല്ലാ. നീ ഞങ്ങളെ കാവലാകണേ അല്ലാ. ഞങ്ങളെ ശൈഖുനാന നീ കാക്കണേ അല്ലാ, ഞങ്ങളെ ശൈഖുനാന നീ കാക്കണേ അല്ലാ. ഞങ്ങളെ ശൈഖുനാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ശൈഖുനാക്ക് നീ ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ശൈഖുനാന്റെ തണല് ഒരുപാട് കാലം ഞങ്ങൾക്ക് നീട്ടിത്തരണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. ശരീരത്തിലോ മജ്ജയിലോ മാംസത്തിലോ രക്തത്തിലോ കരളിലോ ശരീരത്തിന്റെ എന്ത് അവയവങ്ങളിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടെങ്കിലും ശിഫയാക്കി തരണേ അല്ലാ. മാരകമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുതേ അല്ലാ, പരീക്ഷിക്കരുതേ അല്ലാ. സഹിക്കാൻ കഴിയാത്ത വേദന തരല്ലേ അല്ലാ. ഞങ്ങളെ ആവശ്യങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള രോഗങ്ങൾ തരല്ലേ അല്ലാ. മദനീയം നടത്തുന്നതിന് തടസ്സമാകുന്ന ഒരു രോഗമോ ഒരു അവസ്ഥയോ നീ തരല്ലേ റഹ്മാനെ. യാ അല്ലാ, ഞങ്ങളെ നീ കിടത്തത്തിലാക്കല്ലേ റഹ്മാനെ, കിടത്തത്തിലാക്കല്ലേ അല്ലാ, കിടത്തത്തിലാക്കല്ലേ അല്ലാ. നഷ്ടപ്പെട്ടത് മുഴുവനും ഞങ്ങൾക്ക് നീ തിരിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ആക്സിഡന്റിൽ പെടുത്തല്ലേ അല്ലാ, അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ,
ചിന്നിച്ചിതറുന്ന അവസ്ഥ തരല്ലേ അല്ലാ. ഫ്ലൈറ്റ് അപകടങ്ങളിൽ കത്തിക്കരിഞ്ഞു പോകുന്ന അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കാവലാകണേ അല്ലാ. മദീനയിലെത്തിക്കണേ അല്ലാ, മദീനയിലെത്തിക്കണേ അല്ലാ, മദീനയിലെത്തിക്കണേ അല്ലാ. മുത്തു റസൂലുള്ളാന്റെ പൊരുത്തം തരണേ അല്ലാ. യാ സ്വഹാബ റസൂലില്ലാഹ്, നിങ്ങൾ മദീനയിലേക്കാണ് പോകുന്നത്. അവിടെ എത്തുമ്പോ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സ്വീകരിക്കണം, ഞങ്ങളെ വിഷയങ്ങളിൽ റെക്കമെൻഡ് ചെയ്യണേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾക്ക് നീ കാവലാകണേ അല്ലാ. ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. اللهم إنا نسألك بحق الفاتحة المعلمة والسبع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير.